സോ യാ സോ ഫൈനലി എനിക്ക് അതിൻ്റെ സെറ്റപ്പിലേക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു റിയാക്ഷൻ ഞാൻ ഇവിടുന്ന് ഒരു സെല്ലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത് വർക്കാവില്ലോ എന്ന് അറിയത്തില്ല. MAസിലും സെറ്റപ്പ് ഉണ്ട്, MNQയിലും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ട്രേഡ് ചെയ്യണമെന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. രണ്ടും 1:2 ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മറ്റേത് പോവോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല. രണ്ടും ഏഷ്യാൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ യാ തൽക്കാലം ഗോൾഡ് ഇതൊന്നെടുത്ത് കളയാം. ഗോൾഡ് എന്താ അവസ്ഥ? ചെറിയൊരു റിയാക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ബിൽഡപ്പ് ഇവിടെ ലിക്വിഡിറ്റി ഇല്ല. സോ ആ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യാണ്. OBന്റെ താഴെ ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ ലിക്വിഡിറ്റി ഒന്ന് ബിൽഡ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ബൈയിലേക്ക് പോകണമായിരുന്നു. ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷാണ്. ബട്ട് ഇൻറ്റേർണലി ഷിഫ്റ്റ് വന്നുകൊണ്ടാണ് ഞാൻ എടുത്തത്. കാരണം ഇത്രയും പ്രൈസ് ബുള്ളിഷ് പോയതുകൊണ്ടൊരു കറക്ഷൻ വരണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ആ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് നോ എത്രത്തോളം ഇത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. ഞാനൊരു 1:2 ആണ് എടുക്കുന്നത്. സെയിം ഇവിടെയും ആ ഒരു സെറ്റപ്പാണ്. MNQയിൽ നോക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ഈക്വൽ ഹൈ കാണുന്നുണ്ട്. പ്രോബബ്ലി ഇതൊരു സ്മാർട്ട് മണി ഓർഡർ ബ്ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അപ്പോൾ ഇവിടുന്ന് കുറേ ആളുകൾ സെല്ല് പ്ലാൻ ചെയ്യും, സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും. അപ്പോൾ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് SMC ഈ പറയുന്ന സോണിനെ, ഈ ഇൻഡ്യൂസ്മെൻറ്റിനെ SL അടിപ്പിച്ചിട്ട് താഴേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ നറേഷൻ. അതേ സെയിം നറേഷനാണ് ഇവിടെ ഉള്ളത്. MAസിൻ്റെ കേസിലും സെയിം ആണ്. നറേഷൻസിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ ഈ സോണിന് വേണ്ടി ആ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യാണ്. സ്റ്റോപ്പ് ഫണ്ട് ഉണ്ട്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഈ പറയുന്ന സോണിൽ മാർക്കറ്റ് എത്തുമല്ലോ എന്നറിയില്ല. ലെറ്റ്സ് സീ. കാരണം പ്രൈസ് താഴേക്ക് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒറിജിൻ പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ ഒറിജിൻ പോയിന്റിൽ തന്നെ ആയിരിക്കും അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടുന്ന് ഈ സോണിൽ നിന്നെല്ലാം SL അടിപ്പിച്ചിട്ട് പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകും. കാരണം ഈ ഹൈ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകും. സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഹൈൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടില്ല. ഞാനൊന്ന് വെയിറ്റ് ചെയ്യാണ്. പ്രൈസ് ഓൾമോസ്റ്റ് അവിടെ എത്തുന്ന ടൈമിൽ ഞാൻ ലിമിറ്റ് സെറ്റ് ചെയ്യും. ലിമിറ്റ് ഇപ്പോഴേ ഇട്ട് വെക്കത്തില്ല. എനിക്ക് ആ പ്രൈസിൻ്റെ ഒരു ബിഹേവിയർ എനിക്കൊന്ന് വാച്ച് ചെയ്യണം. എന്നാലേ എനിക്ക് അത് ലിമിറ്റ് സെറ്റ് ചെയ്യണോ വേണ്ടോ എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, 1 അവറിൻ്റെ OB ഇതാണ്. ഓക്കെ, മാനിപ്പുലേറ്റ് ചെയ്ത് 1 അവറിൻ്റെ ഈ ഒരു കീ ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയത്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, ഇവിടുന്ന് ചെയ്ത് പ്രൈസ് കയറുന്നു. അടുത്ത ടാർഗറ്റ് ഇതാണ്, അടുത്ത കീ ലെവൽ ഇതാണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഇത് ബുള്ളിഷിലാണ്. ഗോൾഡ് സോൺ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 5:30. ഇന്ന് ന്യൂസ് ഒന്നുമില്ല. ഇന്ന് കാര്യമായിട്ട് ന്യൂസോ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. 37 മിനിറ്റ്സ് 5:30. ന്യൂയോർക്ക് ഓപ്പൺ ആകാനായിട്ട് ഒരു അരമണിക്കൂറും കൂടെ നിയർലി. 1 അവർ ക്യാൻഡിൽ സ്വീപ്പാണ്. ഇവിടെയും ലിക്വിഡിറ്റി കിടപ്പുണ്ട്. ഇതെല്ലാം പൊട്ടിച്ച് മുകളിലേക്ക് പോയി SL അടിക്കുമോ എന്നുള്ളതും ഡൗട്ടാണ്. ബട്ട് കാരണം ഈ ഹൈ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു ചെറിയ സ്ലൈറ്റ് പുൾ ബാക്ക് വന്നിട്ട് കയറി പോയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു റിയാക്ഷനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഗോൾഡ് കയറി തുടങ്ങി. പ്രൈസിനൊരു താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് പ്രൈസ് ഇതുവരെ കയറിയിട്ടും താഴേക്ക് ഇറങ്ങാനുള്ള ആ ഒരു സിനാരിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്തായാലും ഇവിടെ ലിമിറ്റ് സെറ്റ് ചെയ്യാണ്. $250 റിസ്ക് ആണ്. ഒരു 1:2 എന്നുള്ള രീതിയിലാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. SLൊക്കെ എടുത്തിട്ട് താഴേക്ക് പോകുന്ന ഒരു സിനാരിയോ. ട്രേഡിങ്ങിൻ്റെ പ്രീമിയം തീർന്നു പോയി. അതുകൊണ്ട് അറിയില്ല അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എനിക്ക് വേറൊരു കൺവെൻഷനും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി MAS കറക്റ്റായിട്ട് വന്നിട്ട് ട്രേഡ് റിവറാവും. എന്നിട്ട് MNQ ഈ ഡിമാൻഡിൽ വന്നിട്ട് താഴേക്ക് റെസ്പെക്റ്റ് ചെയ്യാതിരിക്കാം.
രണ്ട് രീതിയിലും പോസിബിലിറ്റി എനിക്ക് കാണുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നത് ഈ സപ്ലൈക്ക് വേണ്ടിയിട്ടൊരു ലിക്വിഡിറ്റി ഇടുകയാണ്. ഇവിടുന്ന് ഒരു ലിക്വിഡിറ്റി ക്രിയേഷനാണ് ഇവിടെ കാണുന്നത് എനിക്ക് ഇവിടെ. കാരണം ആ ഒരു സെറ്റപ്പ് ഒരു അതിൻ്റെ ഒരു സംഭവമാണ് ഇത്. കാരണം ഈ ക്യാൻഡിൽ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ മേ ബി സെല്ലിടാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടാവും. സപ്ലൈ റിയാക്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ബൈ ഇട്ടു. ബട്ട് ഇവിടെ ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു 1 hour ഇത് അടിക്കുമോ. ചെറിയൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഞാൻ MASലൊരു സെല്ലിടുകയാണ്. $250 510 2 എന്നുള്ള രീതിയിൽ 8 യൂണിറ്റ്സ് സെല്ലാണ്. സ്റ്റിൽ കൺഫ്യൂഷൻ ആണ്. 15 മിനിറ്റിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം. 15 മിനിറ്റിൽ ക്യാൻഡിൽ ഒരു പാർഷ്യൽ എൻക്രീസിങ്ങിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 5 മിനിറ്റിലും സെയിം ആണ് അവസ്ഥ. പ്രൈസ് ഒന്ന് താഴേക്ക് വന്നാൽ ആക്ച്വലി ഹൈ ടൈം ഫ്രെയിം ബുള്ളിഷ് ആണ്. അപ്പോൾ അതിൻ്റെ ലോ ടൈം ഫ്രെയിം ഞാൻ കൗണ്ടർ ട്രേഡ് ചെയ്യുന്നതിൻ്റെ തുല്യമാണ്. അപ്പോൾ എനിക്ക് ബൈ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു ജസ്റ്റ് ഒരു കറക്ഷനാണ്. ഇപ്പോൾ നോക്കട്ടെ, 4 hour കീ ലെവൽ ഹോൾഡ് ചെയ്യുകയോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വേറൊരു ഡൗട്ട്. കാരണം 2 ക്യാൻഡിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ക്യാൻഡിൽ വന്നു, ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്യുന്നു, താഴേക്ക് പോകുന്നു. അതാണ് എൻ്റെ ഒരു നീഷ്. കാരണം അതിനുള്ള ലിക്വിഡിറ്റി ഇട്ടിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻഡിൽ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിലുമായിട്ട് ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 hour എനിക്ക് തോന്നുന്നത് മാർക്കറ്റിന് ബെയറിഷിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. കാരണം ഒരു കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള രീതിയിൽ കറക്ഷൻ നല്ലൊരു താഴേക്ക് പോകാനുള്ള ഒരു സിനാരിയോ ആണ് ഞാൻ കാണുന്നത്. ഇഫ് ഇറ്റ് ഫെയിൽ ഇറ്റ്സ് ഓക്കെ. Anyway, let's sell from this level. ഫസ്റ്റ് ആദ്യം എന്ത് ചെയ്യും, ഈ ഡിമാൻഡിൽ നിന്ന് സെൽ എടുപ്പിക്കും, എന്നിട്ട് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കും. ഇൻഡ്യൂസ്മെൻ്റ് ഉണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്ക്ഫാസ്റ്റ് സ്ട്രക്ചർ, ഈ ഹൈ ആണ്, SL ഓക്കെ ആണ്. ഓൾമോസ്റ്റ് ഡബിൾ കൺഫർമേഷൻ ട്രേഡ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഈക്വൽ ഹൈ ഉണ്ട്, പ്രൈസ് പക്ഷേ ഇവിടം വരെ വന്നിട്ടില്ല, ഈ ഡിമാൻഡ് വന്ന് കയറിയിട്ടുമില്ല. നമുക്ക് നോക്കാം. ടോട്ടൽ എനിക്ക് അച്ചീവ് ചെയ്യേണ്ടത് 6% ആണെന്ന് തോന്നുന്നു. $15,000 ഇവാലുവേഷൻ. 4 hour ആണ് എനിക്ക് കാര്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. 4 hour ആ പ്രൈസ് കറക്റ്റാണ്, പ്രൈസ് കറക്റ്റ് കീ ലെവലാണ്. $1 hour ഓക്കെ, 30 minute ഓക്കെ, 50 minute ഓക്കെ. പ്രൈസ് ഇവിടെ വരിക, താഴേക്ക് വരിക. ദാറ്റ്സ് ദ എൻ്റയർ തിങ്. സോ ഇനി നോക്കണ്ട സെല്ല്. സോ അങ്ങനെ അഗെയിൻ സെൽ ലിമിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. MISൽ ഇൻഡ്യൂസ്മെൻറ്റിൻ്റെ മുകളിലാണ് എൻ്റെ സെൽ ലിമിറ്റ് കിടക്കുന്നത്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ആ ഒരു സോണിൽ നിന്നാണ് ഞാൻ എൻ്റർ എടുക്കുന്നത്. സോ ലെറ്റ്സ് ചെക്ക് 1 minute ടൈം ഫ്രെയിം. 1 minute ലിമിറ്റ് ഓർഡേഴ്സിനെയൊക്കെ ട്രിഗർ ചെയ്യിപ്പിച്ചു ആൻഡ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. 1 minute നോക്കുമ്പോൾ ഒരു ബിൽഡപ്പോടെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്താണ് കയറുന്നത്. അപ്പം അങ്ങനെ കയറി ഇവിടം വരെ എത്തിയിട്ട് ഒരൊറ്റടി താഴേക്ക് പോയാൽ അടിപൊളിയാകും.
സോ യാ MNQ തിരിച്ചു കയറാൻ തുടങ്ങുമ്പോൾ എനിക്ക് രണ്ടും ഓക്കെ ആണ്. പക്ഷേ രണ്ടിലും ട്രേഡ് എടുക്കുന്നത് റിസ്ക്കുമാണ്. കാരണം $2000 ഇത് ചെയ്യാനുള്ളൂ. മാക്സിമം ഡ്രോഡൗൺ 2000 15,000-ൻ്റെ 1% വെച്ച് എടുത്താൽ 4 ട്രേഡ് കൊണ്ട് എൻ്റെ പരിപാടി കഴിയും. ദാറ്റ്സ് വൈ ഐ എം വെയിറ്റിംഗ്. ഞാൻ മറ്റേ ടൈമിൽ ഒന്നിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നത്. സോ എന്തായാലും ഇത് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് എന്തുണ്ടാവും. ആ ഒരു പുൾ ബാക്കിൽ ഒരു 1:2 അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് നോ. നമുക്ക് വർക്കൗട്ട് ആവുമോ നോക്കാം. ഓക്കെ. സോ വെൻ ഇറ്റ് കംസ് ടു MNQ 4 ഹവറിൽ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കിതാ ഇവിടെ 4 ഹവറിൻ്റെ 2 ക്യാൻഡിൽ ഇത് ബോഡിയിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല കണ്ടോ. കാരണം ഈ ഒരു ലാസ്റ്റ് നല്ലൊരു ബുള്ളിഷിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഈ ഒരു 4 ഹവറിൻ്റെ ക്യാൻഡിൽ ഹൈയും ലോയും ഏഷ്യക്കകത്ത് വെച്ച് തന്നെ സ്വീപ്പ് ചെയ്തു. അതിനുശേഷം ഒരു ഇൻഡിസിഷനായി മാറി. മാർക്കറ്റിന് എങ്ങോട്ട് പോകണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷൻസ്. അതിൽ തന്നെ മാർക്കറ്റ് ഒന്നുകൂടെ എന്ത് ചെയ്തു, ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തു. അതായത് ഈ ഒരു കീ ലെവൽ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡിറ്റി ഇവിടെ ബിൽഡ് ചെയ്തു. ഫസ്റ്റ് ഇത് ടേക്ക് ഔട്ട് ചെയ്തു. MNQയിൽ അതാ കാണുന്നത് 4 ഹവറിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ. പക്ഷേ ഞാൻ ഇവിടെ നോക്കുന്ന സമയത്ത്, അതായത് MESൽ നോക്കുന്ന സമയത്ത് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്, എനിക്ക് 4 ഹവറിൽ സ്വീപ്പ് ക്ലീൻ ബ്രേക്ക് ആണിത്. കാരണം ബോഡി ബ്രേക്ക് ആയത്. അപ്പോൾ എനിക്ക് അതൊരു റീസണും കൂടെ ആണ് ഞാൻ MESൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള റീസൺ. മേ ബി ചിലപ്പം MNQ ചിലപ്പം ട്രിഗർ ആയേക്കാം, ട്രിഗർ ആകും കംപ്ലീറ്റ്ലി. ഏതൊക്കെ രീതിയിൽ നോക്കിയാലും പ്രോബിലിറ്റി ഓഫ് ഗെയിം. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ട്രേഡാണ് ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത് എൻ്റെ ഫ്യൂച്ചേഴ്സിൽ. ലൂസിഡാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ ലൂസിഡിൻ്റെ ഫസ്റ്റ് ട്രേഡാണ് MESൽ ഞാൻ റിയലിൽ ഞാൻ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞൊരു പാസ്റ്റ് 2 മാസമായിട്ട് എനിക്ക് തോന്നുന്നത്, അതിൻ്റെ ഒരു ലാസ്റ്റ് മന്ത് വെച്ച് നോക്കുന്നത്, ഞാൻ ഡെമോയിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ 1:2 എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ഇതിൻ്റെ ആ ഒരു മാർക്കറ്റിൻ്റെ വൊളറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. സോ അതൊക്കെയാണ് മെയിൻ റീസൺ. സോ എനിവേ എന്തായാലും നമുക്ക് നോക്കാം, ഇത് SL ആണോ TP ആണോ ഈവൻ ബ്രേക്ക് ഈവൻ ആണോ. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ റിസ്ക് മാനേജ്മെൻറ്റ് എത്രയും എനിക്ക് അറിയാമെന്നുണ്ടെങ്കിലും സംടൈംസ് ഞാൻ ബ്രേക്ക് ഈവൻ ആക്കാൻ ഞാൻ വിട്ടുപോകുന്ന കേസുകളുണ്ട്. അല്ലെങ്കിൽ ചില കീ ലെവലുകൾ കാണുമ്പോൾ, ചില ലിക്വിഡിറ്റി ലെവൽ കാണുമ്പോൾ മാർക്കറ്റ് അതും കൂടെ ഒന്ന് റിയാക്ട് ചെയ്ത് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതും കൂടെ റിയാക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു കാരണവശാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഓൾറെഡി പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നതായിരിക്കാം. അത് ഒരു ബ്രേക്ക് ഈവൻ ആക്കാൻ ഒരു മടിയുണ്ട്. ബട്ട് ബ്രേക്ക് ഈവൻ ഈസ് മച്ച് ബെറ്റർ ദാൻ ലൂസിങ് -1 RR.
അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇതിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ എന്താണ് കംപ്ലീറ്റ് ജേണി, അതായത് ഈ ഒരു ഫോൺ എടുക്കുന്ന ഓരോ ട്രേഡ്സും ഞാൻ ഇതുപോലെ റെക്കോർഡ് ചെയ്യുന്നതും അത് ഞാൻ പ്രൈവറ്റ് ആക്കി കീപ്പ് ചെയ്യുന്നതല്ല. ഹൗ ദിസ് റിയാക്ട് നിങ്ങൾക്കിവിടെ കാണാം. ഫ്രഷ് അക്കൗണ്ടാണ്, 50K. ഞാൻ ട്രേഡോവേറ്റാണ് യൂസ് ചെയ്യുന്നത് എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോമായിട്ട്. വർക്കിങ് ലിമിറ്റാണ് ആദ്യം സെറ്റ് ചെയ്തേക്കുന്നത്. ലിമിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓ, ഡയറക്റ്റ് സ്റ്റോപ്പ് ലോസ് ആണല്ലോ. ഫസ്റ്റ് ട്രേഡ് തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ചു ഗൈസ്. അത് വല്ലാത്തൊരു സ്റ്റോപ്പ് ലോസ് അടിയായിരുന്നു. MNQ, ഓ മൈ ഗോഡ്, MNQ എനിക്ക് മിസ്സുമായി. ഇൻസ്റ്റന്റ് സ്പൈക്ക് ആയിരുന്നു. പെർഫെക്റ്റ് ഫസ്റ്റ് ട്രേഡ് എനിക്ക് $250. കാരണം ദിസ് ഈസ് എനിക്കവിടെ വെക്കേണ്ടതായിരുന്നു ഞാനത്, ശരിക്കും പറഞ്ഞാൽ. കാരണം അവിടെ കറക്റ്റ് അതെന്താണ് സംഭവിച്ചത്, ഇൻസ്റ്റന്റ് ആയിരുന്നു അത്, പക്കയായിട്ട് സ്പൈക്കായിരുന്നു അത്. ജസ്റ്റ് സെക്കൻഡ് കൊണ്ടിട്ട് ട്രേഡ് ക്ലോസ് ആയി. സോ 9,000 ആക്റ്റീവ് പൊസിഷൻസ്. ഫസ്റ്റ് ട്രേഡ് തന്നെ ലോസാണ്. MNQ പക്കയായിട്ട് റിയാക്ട് ചെയ്തു. MES എനിക്ക് പണിയാണ്. ഓവർ ട്രേഡ് ചെയ്യത്തില്ല. ഇനി അടുത്ത് ക്ലീൻ സെറ്റപ്പ് ഇതുപോലെ വരാതെ ഞാൻ ട്രേഡ് ചെയ്യത്തില്ല. ഡാഷ്ബോർഡ് ഒന്ന് നോക്കാം. സോ ഡാഷ്ബോർഡ് ഇതാണ്. ഇപ്പോഴത്തെ കറണ്ട് ഡാഷ്ബോർഡ് മിനിമം ബാലൻസ് 48 ആണ്. അതിൻ്റെ എനിക്കൊന്ന് ഡാഷ്ബോർഡ് ഇപ്പോൾ റിഫ്ലക്റ്റ് ആവുമല്ലോ എന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, $268 ലോസാണ്. നിയർലി 1% അല്ല, 1% അല്ല, 0.5 ലോസാണ്. ഫസ്റ്റ് ട്രേഡ് തന്നെ എനിക്ക് ലോസ് കിട്ടി. ആദ്യത്തെ ട്രേഡ് എനിക്ക് ലോസാണ്. അതിൽ MNQ ആയിരുന്നെങ്കിൽ എനിക്ക് ഇൻസ്റ്റന്റ് പ്രോഫിറ്റ് ആയിരുന്നു. ബട്ട് അതാണ് മെയിൻ തിങ്. ഇപ്പോൾ MNQ വേണോ അതോ ഇത് വേണോ എന്നുള്ളതിൻ്റെ ഒരു മെയിൻ സംഭവം. അക്കൗണ്ട് സമ്മറിയും കൂടെ നോക്കാം. യെസ്, ഇൻസ്റ്റന്റ് ആയിരുന്നു. അതായത് 1:2 പക്കെന്ന് പറഞ്ഞിട്ടാ പോയത്. മിസ്സിങ്. സോ അങ്ങനെ എന്തായാലും ട്രേഡ് കഴിഞ്ഞു. ജേണൽ ചെയ്യട്ടെ. ഡയറക്റ്റ് അവിടെ പോയി എനിക്കത് ഭയങ്കര, അതായത് ഈക്വൽ ഹൈ ഉള്ള കാര്യം എനിക്ക് ഷുവർ ആയിരുന്നു. ആ ഈക്വൽ എന്തായാലും എടുത്തിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഈക്വൽ ഹൈ ഇല്ലായിരുന്നു. കണ്ടോ, നേരെ S അടിക്കുമായിരുന്നു. ടക്കെന്ന് പറഞ്ഞ് S അടിക്കുമായിരുന്നു. happened sometime. The image result instant result. .6 പോയിട്ടുണ്ട്.
250 ആണ് ഞാൻ റിസ്ക് വെച്ചത്. പക്ഷെ എനിക്ക് ലോസായ എമൗണ്ട് ഫസ്റ്റ് ട്രേഡ് SL ഹിറ്റ് ഓൺ ഹിറ്റ് PNL -268 ആണ്. അപ്പം നെഗറ്റീവ് ലോട്ട് വേണ്ട, യൂണിറ്റ്സും നല്ല രീതിയിൽ. സോ യൂണിറ്റ്സ് എനിക്കൊന്ന് 8 യൂണിറ്റ്സ് ആണ് തോന്നുന്നത്. 8 യൂണിറ്റ്സ് -0.6 എന്നുള്ള രീതിയിൽ കൊടുക്കാം. 0.5 പോയി, 6 കൗണ്ട് ചെയ്യാണ് ഞാൻ. നെഗറ്റീവ് പോയിന്റ് ആണ്, പെർഫോമൻസ് ഫെയിലായി. അപ്പോൾ അത് ഡാറ്റ ഞാൻ ലോഡ് ചെയ്തിട്ടുണ്ട്, ജേണലിങ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യണമെങ്കിൽ പറ്റുമോ? അത് നെക്സ്റ്റ് ടൈം ഞാൻ ഷെയർ ചെയ്യാം ജേണലിങ്, അല്ലെങ്കിൽ ഡാറ്റ അവസാനം ഞാൻ കാണിക്കാം. സോ MES SL അടിച്ചു. MNQ പക്ക TP ആയിരുന്നു. ഇവിടുന്ന് ട്രേഡ് ട്രിഗറായി നേരെ പോയി പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സെക്കൻഡ് കൊണ്ടിട്ടാണല്ലോ റിയാക്ഷൻ വന്നത്. ഇവിടുന്ന് ആ റിയാക്ഷൻ സെക്കൻഡ് കൊണ്ടിട്ട് സംഭവിച്ചതാണ്. സെക്കൻഡ്സ് കൊണ്ടിട്ടാണ് പരിപാടി വന്നത്. ഈക്വൽ ഹൈ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ലോസ് ബുക്ക് ചെയ്തു. ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ട്രേഡ് SL. ആൻഡ് അതാണ് ഞാൻ സ്റ്റിൽ കൺവെൻഷൻസ് എല്ലാം തെറ്റിപ്പോയി. ബട്ട് MNQ വിൻ ചെയ്തു, MES എനിക്ക് ലോസ് വന്നു. രണ്ടിൽ ഞാൻ സെല്ല പ്ലാൻ ചെയ്തു. ഒന്നിൽ SL ഉം മറ്റേതിൽ TP യും വന്നു. പക്ഷേ ഞാൻ രണ്ടിലും ഒരേ റിസ്ക് വെച്ചില്ല. അതാണ് കാരണം. 2 SL അടിച്ച് പോയിരുന്നെങ്കിൽ എനിക്ക് $500 ലോസാണ്. അതേ വിച്ച് മീൻസ് ഈ പറയുന്ന ഒരു പെർസെൻറ്റേജ് എനിക്ക് കട്ടാവുകയാണ്. കാരണം $2000 എനിക്ക് ഫ്യൂച്ചേഴ്സിൽ എനിക്ക് റിസ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2000 ആണ് എൻ്റെ റിയൽ ക്യാപിറ്റൽ. കാരണം ഫ്യൂച്ചേഴ്സിന് മാർജിൻ കൂടുതൽ വേണം. ഇവിടെ ലിവറേജ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് എന്നുള്ള സാധനമല്ല. വെൻ ഇറ്റ് കംസ് ടു ഫോറക്സ് മാർക്കറ്റ്, ഫോറക്സിൽ നമുക്ക് ചെറിയ ക്യാപിറ്റലും ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്യൂച്ചേഴ്സ് അങ്ങനെയല്ല. ഫ്യൂച്ചേഴ്സ് നമുക്ക് എന്താ പറയുക, ഫുൾ ക്യാപിറ്റൽ നമുക്ക് വേണം. അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങുന്നത് ആ ക്വാണ്ടിറ്റിക്കുള്ള ക്യാപിറ്റൽ വാങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് മിക്ക ആളുകളും ഫ്യൂച്ചേഴ്സിൽ അങ്ങനെ കയറാത്തത്. ഇപ്പോൾ ഫ്യൂച്ചേഴ്സൊക്കെ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രോഫോംസ് തന്നെ അതിന് ക്യാപിറ്റൽസ് കാര്യങ്ങളൊക്കെ തന്നു തുടങ്ങും. അപ്പോൾ ആ ഒരു ഗേറ്റ് ഓപ്പൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ പ്രോഫോംസ് ഇപ്പോൾ വന്നതല്ല, കുറേ നാളായി. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. കാരണം ചില ഫേംസിന് ഫ്യൂച്ചേഴ്സിന് മന്ത്ലി സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് CMV ആയിട്ടാണ്. നെക്സ്റ്റ് ടൈം ഞാൻ വേണമെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. കാരണം ഓൾമോസ്റ്റ് നമ്മളൊരു അരമണിക്കൂറിന് മുകളിലായി റെക്കോർഡിങ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് 2025 ഏപ്രിൽ 15 വിഷു ആണ്. വിഷുവിൻ്റെ അന്നാണ് ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഫസ്റ്റ് ട്രേഡ് SL. ആൻഡ് കൺവിൻഷൻ എനിക്ക് സെയിം ആണ്. കാരണം ഐ നോ how the market is reacting, how the liquidities are reacting to the key levels. So yeah, കാരണം ഓവർ ട്രേഡ് ചെയ്ത് മൈൻഡിനെ ഞാൻ മുഷ്കിലാക്കുന്നില്ല. കാരണം അത് അത്രേ ഉള്ളൂ. കാരണം ഓൾറെഡി ഇന്നൊരു ലോസ് കിട്ടി, ഇനി ഞാൻ ട്രേഡ് എടുക്കുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ നാളത്തെ മാർക്കറ്റ് നോക്കിയിട്ട് നാളത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇനി ചാർട്ട് നോക്കിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല ഞാൻ. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഫുൾ ടൈം ചാർട്ട് നോക്കിയിരിക്കുക. കാരണം ഇത് ഞാൻ എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ എനിക്ക് എന്താണ് പണി തന്നിട്ടേ ഉള്ളൂ. കാരണം ഇതിൽ നമ്മൾ ഡിപ്പെൻഡായി പോവാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഹാബിറ്റ്. കാരണം ലെസ് ഇസ് മോർ. കാരണം ഞാനിതിൻ്റെ ഡെമോയിൽ ട്രേഡ് ചെയ്തതാണെങ്കിൽ കൂടെ
അവിടെ ഞാൻ നമ്പർ ഓഫ് ട്രേഡ്സ് കുറവാണ്. അതും മാത്രമല്ല, ഞാൻ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റിയാലിറ്റി. കാരണം ട്രേഡിങ്ങിൽ നമുക്ക് സക്സസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ എനിക്കറിയാം, സ്റ്റിൽ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, സൈക്കോളജി ഇത് ഡെവലപ്പ് ആവാനാണ് ടൈം എടുക്കുന്നത് എന്നുള്ളതാണ് സത്യം. വേറെ എന്ത് കോൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യുന്നു ദ ഡസൻ മാറ്റർ. നമുക്ക് SMC, ICT, വാട്ട് എവർ ഇറ്റ് ഈസ് ട്രേഡ് ചെയ്യാം. കാരണം ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു എൻട്രി അപ്രോച്ച് ക്വൈറ്റ് ഡിഫറെൻ്റ് ആണ്. ഞാൻ നോർമൽ SMC ഒരു OB-യിൽ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നൊക്കെ എടുക്കും. അതല്ലാതെ എനിക്ക് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ഡയറക്റ്റ് കീ ലെവൽ എൻട്രിയും എനിക്കറിയാം. സോ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഡയറക്റ്റ് കീ ലെവൽ എൻട്രീസ് ആണ്. കുറച്ചുകൂടെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. സോ അപ്പോൾ എനിവേ ഞാൻ ട്രേഡ് ചെയ്യുന്നത് ഈ 3 ഇതാണ്. ഇതാണ് സ്റ്റിൽ പ്രശ്നം. കാരണം ഇപ്പോൾ മനസ്സിലായല്ലേ, കാരണം അതേ ടൈമിൽ 3 ചാർട്ടേഴ്സ് മാറി നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ എത്രത്തോളം കറൻസി പെയർ ട്രേഡ് ചെയ്യുന്നുണ്ടാവും, എത്രത്തോളം പെയർ മാറ്റി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സീക്ക് ചെയ്യുന്നുണ്ടാവും. അത് തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ള ട്രേഡേഴ്സ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരെപ്പോഴും ഒരു സെഗ്മെൻറ്റിൽ സ്റ്റിക്ക് ഓൺ ആയിരിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ ട്രേഡിങ്ങിൽ നമുക്ക് വേണ്ടത്. കാരണം പ്രശ്നം ഇരിക്കുന്നതെല്ലാം നമുക്ക് കാണുന്ന എല്ലാ പേരിലും ട്രേഡ് എടുക്കുക. കാരണം ഈവൻ ദോ അതിപ്പോൾ 2 പേർ കൂടിയാലും പ്രശ്നമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ കണ്ടു ലൈവായിട്ട് തന്നെ, അതായത് ഈ MESലും MNQവിലും ഞാൻ ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടി. എന്നിട്ട് ഡിസിഷൻ എടുത്തതോ എനിക്ക് SL അടിച്ചു, മറ്റേതിൽ ഡിസിഷൻ എടുത്തില്ല, അതിൽ TP അടിച്ചു. ദാറ്റ്സ് ദ ഡിഫറൻറ്റ്. അപ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷനാണ് ഞാൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫുൾ day 1 ഓഫ് 50K പാസിംഗ് അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ day 1 ആണ്. day 1 കഴിഞ്ഞു. ലോസ് ബുക്ക് ഓൺ MES ഇത് ഞാൻ ജേണൽ ചെയ്യുന്നുണ്ട്. സോ ക്യാച്ച് യു ഇൻ നെക്സ്റ്റ് ഡേ. നാളത്തെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.